ദക്ഷകാണ്ഡം തുടരുകയാണ്. ദക്ഷശാപം ലഭിച്ചതായിട്ടുള്ള ചന്ദ്രൻ ശിവഭജനം ചെയ്തു. അങ്ങനെ ഭാഗികമായി ശാപമോചനത്തെ നേടി. എന്നാൽ പിന്നീട് ആ ദക്ഷൻ തന്നെ തന്റെ എല്ലാ അനുഗ്രഹങ്ങളും തനിക്കുണ്ടായ ആ നേട്ടങ്ങൾക്കെല്ലാം തന്നെ കാരണം ഭഗവത് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാതെ, അതാണ് മായാമോഹിതനായിട്ട് തീർന്നു എന്ന് പറയാൻ കാരണം, വീണ്ടും ശിവനിന്ദയെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നു എന്നാണ്. അപ്പൊ അതിനു മുൻപായിട്ട് തന്നെ ഈ ദക്ഷന്റെ പ്രാർത്ഥനയെ കേട്ടിട്ടാണ് ജഗദംബിക പരാശക്തി തന്നെ പുത്രീരൂപത്തിൽ വന്ന് ആവിർഭവിച്ചത്. ദക്ഷൻ തപസ് ചെയ്തു. ദേവി ദർശനം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. ഈ കഥാസന്ദർഭങ്ങളൊക്കെ ശിവപുരാണത്തിലാണെങ്കിൽ സതീഖണ്ഡത്തിൽ ഈ കഥ വരുന്നുണ്ട്. ദേവീ ഭാഗവതത്തിലാണെങ്കിൽ 7-ാം സ്കന്ധത്തില് ഈ സതീചരിത്രത്തെ പരാമർശിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പൊ തനിക്ക് പരാശക്തി തന്നെ പുത്രീരൂപത്തിൽ വന്ന് അവതരിക്കുമെന്ന അനുഗ്രഹം ലഭിച്ചതായിട്ടുള്ള ദക്ഷൻ വളരെയധികം കൃതാർത്ഥനായി ആ ദേവിയെ സ്തുതിച്ചു. പക്ഷെ അവിടെ വരം നൽകുന്ന സമയത്ത്, അനുഗ്രഹം നൽകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഒരു നിന്ദ ചെയ്താൽ, ഇപ്പൊ നമുക്ക് നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ പലപ്പോഴും ഇപ്പൊ നമ്മൾക്ക് ഭാര്യാഭർത്താക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം, വാത്സല്യം, അതൊക്കെ എപ്പോ വേണമെങ്കിലും അതിന് മാറ്റം സംഭവിക്കാം എന്നാണ്. എല്ലാവരും ഒരേപോലെ എല്ലായ്പ്പോഴും ആയിക്കൊള്ളണം എന്നില്ല. പ്രകൃത്യാ തന്നെ ഗുണഭേദം അനുസരിച്ചിട്ടാണ് മനുഷ്യർക്ക് പെരുമാറാൻ കഴിയുക. അപ്പൊ അത്തരത്തിൽ എന്റെ മകളാണ് എന്നുള്ള ആ ഒരു വിചാരത്തോടുകൂടി അച്ഛന് ഒരു അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് ശാസിക്കാനും ശിക്ഷിക്കാനുമൊക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു തെറ്റ് പ്രവർത്തിച്ചാൽ, അധാർമികമായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായാൽ, അഥവാ പൊതു ഇടത്തിൽ വെച്ചുകൊണ്ട് ഒരു സദസ്സിൽ വെച്ച് നിന്ദിക്കുക, അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ ഞാൻ അങ്ങയുടെ പുത്രി എന്നുള്ള സ്ഥാനത്തെ ഉപേക്ഷിക്കും എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആ പരാശക്തി തന്നെ പുത്രീരൂപത്തിൽ വന്നു എങ്കിലും ആ പദവിയെ ഉപേക്ഷിച്ച് എനിക്ക് ദാക്ഷായണി എന്നുള്ള ആ പദവി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അവിടുന്ന് ശരീരത്യാഗത്തെ ചെയ്തുകൊണ്ട് അന്തർധാനം ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ കഥകളുടെ ഒരു രീതി എന്ന് കാണാൻ പറ്റും. ഇവിടെ ദേവി തന്നെ തപസ് ചെയ്തു എന്നാണ് പറയുക. ശ്രീപരമേശ്വരനെ തപസ് ചെയ്തു എന്നാണ്. അപ്പൊ വീണ്ടും നമ്മൾ പാർവതിയായിട്ട് കാണുന്ന, അതായത് പാർവതീ കഥയെക്കുറിച്ച് പറയുമ്പോൾ ഹിമവാന്റെയും മേനാദേവിയുടെയും പുത്രിയായി പാർവതിയായിട്ട് വന്ന് അവതരിക്കുന്ന സമയത്തും ആ ദേവി തപസ് ചെയ്തതായിട്ടുമൊക്കെ കാണാം. പക്ഷെ ഇവിടെ ദക്ഷപുത്രിയായിട്ടുള്ള സതി ആയിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ തപസ് ചെയ്തു എന്നാണ്. അപ്പൊ തന്റെ അച്ഛനോട് തന്റെ ആഗ്രഹം അറിയിക്കുകയാണ്, എനിക്ക് തപസ് ചെയ്യണം,
അങ്ങനെ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി ആശീർവാദത്തോടുകൂടി തപസ്സിനായിട്ട് പുറപ്പെട്ടു. അതികഠിനമായിട്ടുള്ള തപസ്സാണ് തുടർന്നത്. അപ്പൊ ദേവിയുടെ മുന്നിൽ, സതീ ദേവിയുടെ മുന്നിൽ ഭഗവാൻ തന്നെ, ശ്രീപരമേശ്വരൻ തന്നെ വേഷപ്രച്ഛന്നനായിട്ട് വന്നിട്ട് പരീക്ഷിക്കുന്നു എന്നാണ്. പരമാത്മാ ശിവോജ്ഞാത്വ ബ്രാഹ്മണാകാരമാസ്ഥിത ഗൗര്യാസ്തപോ ഗൃഹദ്വാരം അവാപ്യാപയതയിൽ ശിവാം. ഒരു വിപ്രവേഷധാരിയായിട്ടാണ് ഭഗവാൻ ഈ ദേവിയുടെ, ഗൗരിയുടെ അല്ലെങ്കിൽ സതിയുടെ മുന്നിൽ എത്തിച്ചേരുന്നത്. അപ്പൊ തന്റെ ഈ ആശ്രമത്തിൽ, താൻ തപസ് ചെയ്യുന്നയിടത്ത് ഒരു യോഗി അല്ലെങ്കിൽ ഒരു സാധു വന്നു എന്നാണ് കരുതുന്നത്. വേഗം സ്വീകരിച്ചു, ഉപചാരങ്ങളൊക്കെ ചെയ്തു, അർഘ്യപാദ്യാദികളൊക്കെ ചെയ്തു. നിഷ്കളങ്ക ഭാവത്തോടുകൂടി തന്നെ ചോദിക്കുകയാണ്, അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, താൻ ആരാണ് എന്ന് വെളിപ്പെടുത്താതെ തന്നെ ഭഗവാൻ പറയുകയാണ് ആ വിപ്രവേശത്തിൽ വന്ന്, ശിവസ്യ ധർമ്മപത്നീസ്ത്വം ഇച്ഛന്തിം മാം പരാത്മന കഥം മുക്ത്വാ ഭയം മൂർഖത്വം യുദ്ധമിഹ പോക്തവാൻ. ഞാൻ ഭവതിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, പാണിഗ്രഹണം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, അങ്ങനെ പാണിഗ്രഹണം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നതാണ്. പക്ഷെ അത് കേട്ടപ്പോൾ ദേവിക്ക് കുറച്ച് വിഷമമായി. കാരണം താൻ തപസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശിവപത്നിയായിട്ട് മാറാനാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ തന്റെ മുന്നിൽ അതിഥിയായി വന്ന ഇദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് എന്നെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ആ സാധുവിന്റെ വാക്ക് കേട്ട് സതീദേവി പറഞ്ഞു, ശിവസ്യ ധർമ്മപത്നിത്വം ഇച്ഛന്തിം പരമാത്മന. ഞാൻ ശിവപത്നിയായിട്ട് തീരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ ഈ ഒരു ആവശ്യത്തിനെ നിവർത്തിക്കാൻ കഴിയില്ല. ശിവനെ അല്ലാതെ, ഭഗവാനെ മഹാദേവനെ അല്ലാതെ മറ്റാരെയും ഞാൻ സ്വീകരിക്കില്ല. നഹം പരാത്പരാദ്ദേവം അന്യം കമപി കാംക്ഷയെ. അപ്പൊ അതുകൊണ്ട് അങ്ങ് മടങ്ങിപ്പോയിക്കോളൂ. ശിവനെ അല്ലാതെ, മഹാദേവനെ അല്ലാതെ മറ്റാരെയും ഞാൻ സ്വീകരിക്കില്ല. അപ്പൊ അത് കേട്ടിട്ടാണ് ഈ സതിയുടെ മുന്നിലിരിക്കുന്നതായ ആ സാധു അല്പം കോപത്തോടു കൂടിയിട്ടാണ് മറുപടി പറഞ്ഞത്. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോണില്ല. അങ്ങനെ വളരെ വേഗത്തിൽ ലഭിക്കുന്ന ഒന്നല്ല ശിവപത്നി ആയിട്ട് തീരുക എന്നുള്ളത്, ആ പദവി. അങ്ങനെ അല്പം ആ ഒരു ഈർഷ്യയോടുകൂടി തന്റെ ആഗ്രഹം സാധിച്ചില്ല എന്ന ആ ഒരു രീതിയിൽ മറുപടി പറഞ്ഞു ആ സാധു. അപ്പൊ സതി അതിന് മറുപടി പറയുകയാണ്, പ്രാണാനപി പരിത്യക്ഷ്യേ ത്വങ്കച്ഛാശു യഥാഗതം. എനിക്ക് ആ ഭഗവാന്റെ പത്നീപദത്തെ ലഭിച്ചില്ല എങ്കിൽ, ശിവപത്നീപദം ലഭിച്ചില്ല എങ്കിൽ ഞാൻ ശരീരം ഉപേക്ഷിക്കും. അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോണില്ല. വേറെ ആരുടെയും പത്നിയായിട്ട് ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് മടങ്ങിപ്പോയിക്കോളൂ എന്നിങ്ങനെ കോപത്തോടുകൂടി തന്റെ ആശ്രമത്തിൽ നിന്നും തന്റെ അടുത്ത അതിഥിയായിട്ട് വന്ന ആ സാധുവിനെ മടക്കി അയക്കാൻ ശ്രമിക്കുമ്പോഴാണ് തദാശു ഭഗവാനീശ സ്വരൂപം പരിഗൃഹ്യസ ദർശയാമാസ തത്വസ്യ സു മനോഹരമദ്ഭുതം. ഇതേ സന്ദർഭം ആ പാർവതി ദേവിയുടെ മുന്നിലും എടുത്തു ഭഗവാൻ എന്ന് ശിവപുരാണത്തിൽ പറയും. പക്ഷെ ഇവിടെ സതിയെയും ഇതേപോലെ പരീക്ഷിച്ചിട്ടാണ് സ്വീകരിച്ചത് എന്നാണ്. ഇപ്പൊ പുരാണങ്ങളിൽ പലയിടത്തും ഈ ഒരു പരാമർശം കാണാം. ഇപ്പൊ ദേവി ഭാഗവതത്തിലൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട്. ശംഖചൂടന്റെയും തുളസിയുടെയും ഒക്കെ ചരിത്രം പറയുമ്പോഴാണ് എപ്പോഴും ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവിടെ രണ്ടുപേരും പരീക്ഷിച്ചിട്ട് എന്നാണ്. പരീക്ഷിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ തനിക്ക്
പതിയായി തന്റെ ഭർത്താവായി വരാൻ പോകുന്ന യുവാവ്, അല്ലെങ്കിൽ തന്റെ പത്നിയായി തീരാൻ പോകുന്ന യുവതി, അത് തനിക്ക് ഇണങ്ങുന്ന ആളാണ്, തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടേ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ എന്നിങ്ങനെ പലയിടങ്ങളിലും പുരാണങ്ങളിൽ പരാമർശം കാണാൻ പറ്റും. അതിന് കുറെ അവിടെ വിസ്തരിച്ച് എന്തെല്ലാം കാരണങ്ങളെ കൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കേണ്ടത്, എങ്ങനെയുള്ളവരാണ് ദാമ്പത്യത്തിൽ ചേരേണ്ടത് ഒക്കെ വളരെയധികം വിസ്തരിച്ച് പറയുന്നുണ്ട്.